ഹലോ, ഇപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. പുരുഷന്മാർക്ക് അവരുടെ പങ്കാളി എങ്ങനെയായിരിക്കണം, ലൈഫ് പാർട്ട്ണർ എങ്ങനെയായിരിക്കണം, അവരുടെ ജീവിതകാലം മുഴുവനുള്ളൊരു വ്യക്തിയാണ് അവരുടെ കൂടെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള സങ്കല്പങ്ങൾ ഉണ്ടാവും. അവരുടെ ടേസ്റ്റിനനുസരിച്ച്, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരുന്നാൽ പൊതുവായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ട് അവരുടെ ലൈഫ് പാർട്ട്ണർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന വ്യക്തി എങ്ങനെയായിരിക്കണം എന്നുള്ള കുറേ ഇഷ്ടങ്ങൾ. അപ്പോൾ അത് ഓരോ വ്യക്തിക്കും അവരവരുടെ സങ്കല്പത്തിനനുസരിച്ച്, സ്വപ്നങ്ങൾക്കനുസരിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കും. എന്നാൽ പോലും സ്ത്രീകൾക്കും പൊതുവായിട്ടുള്ള ചില താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്, സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മോശമായിട്ടുള്ള കമൻ്റ് ഇടുന്ന, അതായത് മോശമായിട്ടുള്ള കമൻ്റ് ഇടുന്ന, ഇപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് ഒരു സെവൻസ് അങ്ങനെ എന്തോ ആണ്, അയാൾ പ്രൊഫൈൽ പിക്ചറൊന്നുമില്ല, അയാളാണോ ഇതൊന്നും എനിക്കറിയില്ല, ലേഡിയാണോ എന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെ അല്ലാതെ കുറേ ആയിട്ട് പറയുന്നു. വീഡിയോ ഫുള്ള് കാണാതെ ജസ്റ്റ് തമ്പനയിൽ മാത്രം കണ്ടിട്ട് അഭിപ്രായം കുറേ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ചേച്ചി അതുപോലെയാണോ, ചേച്ചിയുടെ ഫാമിലി ലൈഫ് ഇതുപോലെയാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ എന്തൊക്കെ തരത്തിൽ എന്നെ ബ്ലെയിം ചെയ്താലും ഞാനിത് നിർത്തി പൂട്ടിക്കെട്ടി പോവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വരുമാന മാർഗം ഇതാണ്. എനിക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് തുടർന്ന് പോയേ പറ്റുള്ളൂ. ഞാൻ മോശമായിട്ട് ആരും വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒന്നും ഇതിൽ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി. അപ്പം അതുകൊണ്ട് ആരെന്തൊക്കെ എവിടെ ഇരുന്ന് തലകുത്തി, ചിലപ്പോൾ എന്നെ അറിയുന്ന, പേഴ്സണലായിട്ട് അറിയുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ എന്നാൽ പോലും എന്തൊക്കെ പറഞ്ഞാലും ഞാനത് നിർത്തിപ്പോവില്ല. എൻ്റെ ഫാമിലിയുടെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എനിക്കുണ്ട്. ഞാൻ മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല, ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ വിൽ പവറോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകും. ഓക്കേ, മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ആദ്യത്തേതായിട്ട് പറയുന്നത്, തന്നെക്കാളും മെച്യൂരിറ്റി തോന്നുന്ന പുരുഷന്മാരുടെ സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടം കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കാര്യപ്രാപ്തിയുടെ ഓരോ കാര്യങ്ങളും നല്ല അച്ചടക്കത്തോടു കൂടിയും നല്ല ഉത്തരവാദിത്വത്തോടു കൂടിയും ചെയ്ത് തീർക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഇത്തരത്തിലുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് അടുപ്പം തോന്നുന്നത്. അപ്പോൾ കാര്യപ്രാപ്തി, മെച്യൂരിറ്റി ഒരു ഭാഗം തന്നെയാണ്. യാതൊരു മെച്യൂരിറ്റി ഇല്ലാതെ, എന്താ പറയുക, ഒരു കാര്യത്തിലും കാര്യഗൗരവം ഇല്ലാതെ നടക്കുന്ന പുരുഷന്മാരോട് ഒരിക്കലും സ്ത്രീകൾക്ക് ഒരു അടുപ്പവും ഇഷ്ടവും തോന്നില്ല. എന്നാൽ ഇതിൻ്റെ മോസ്റ്റ് എക്സ്ട്രീം വേർഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കലിപ്പന്മാരോട് പെൺകുട്ടികൾക്ക് വല്ലാത്തൊരു ആരാധന തോന്നുകയും അത് ആരാധന വളർന്ന് പ്രണയത്തിലാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ പറയണേ, അവരുടെ മനസ്സിൽ ഇരുപ്പ് എന്താണെന്നും നമുക്കറിയാനായിട്ട് സാധിക്കില്ല. എന്നാലും ഇങ്ങനെയുള്ള കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ എക്സ്ട്രാ എന്താ പറയുക, കലിപ്പായിട്ട് നടക്കുന്ന, ദേഷ്യപ്പെട്ട് നടക്കുന്ന, മുരട സ്വഭാവമുള്ളവരോട് പെൺകുട്ടികൾക്ക് ഇഷ്ടം തോന്നുന്നത്. ഫിറ്റ്നസ് ഫ്രീക്കന്മാരായിട്ടുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ആകർഷണം തന്നെയുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് പറയാനായിട്ട് എന്താ പറയുക, അധികം വയറ് ബൾക്കി ആയിട്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ പുരുഷന്മാർക്ക് ആഗ്രഹം പോലെ തന്നെയാണ് സ്ത്രീകൾക്കും. അവർക്ക് ഇപ്പോൾ എന്താ പറയുക, അധികം വയറൊന്നും പാടില്ല, വണ്ണം നല്ല ഫിറ്റായിട്ടുള്ള, അതായത് ഫിറ്റായിട്ടുള്ള ബോഡി ഉള്ളവർ നല്ല ഹെൽത്തി ആയിരിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ, അതായത് നല്ല ബോഡി ഫിറ്റായിട്ടുള്ളവരിലേക്ക് സ്ത്രീകൾക്ക് പെട്ടെന്നൊരു ആകർഷണം തോന്നുന്നു സ്വാഭാവികമാണ്. പ്രത്യേകിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജ് കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുരുഷ സങ്കല്പമായിരിക്കും എപ്പോഴും തന്നെ ഉണ്ടായിരിക്കുന്ന, ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ഉണ്ടായിരിക്കുന്ന നല്ല ഫിറ്റായിട്ടുള്ള ബോഡി. അതായത് അത് ഹെൽത്തി എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നതെന്നാണ് വിശ്വാസം. എപ്പോഴും ഹെൽത്തി ആൻഡ് ഫിറ്റ് ബോഡി ഉള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റൈലിഷായിട്ട് ഡ്രസ്സ് ധരിക്കുന്നവരെയൊക്കെ, അത് നല്ല വൃത്തിയായിട്ടും അവരവർക്ക് സ്യൂട്ടബിളായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നവരിലേക്ക്, അതായത് അവരുടെ പേഴ്സണാലിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഡ്രസ് കോംബോ ആയിരിക്കും, അല്ലെങ്കിൽ അവരവർക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സായിരിക്കും അവർ ധരിക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ അവരുടെ കോൺഫിഡൻസ്, നമ്മളിപ്പോൾ സ്ത്രീകളാണെങ്കിൽ കൂടിയും അവരവർക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് എങ്കിൽ അവർക്കൊരു എന്താ പറയുക, കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ നല്ല സ്റ്റൈലിഷായിട്ടുള്ള അല്ലെങ്കിൽ നല്ല വൃത്തി
വൃത്തിയായിട്ടുള്ള രീതിയിൽ അവരവർക്ക് സ്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾക്ക് ഒരു ആകർഷണം പ്രത്യേകിച്ചുണ്ട്. വെച്ചാൽ അതെപ്പോഴും അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ കോൺഫിഡൻസ് ലെവലിനെയൊക്കെ കാണിക്കുന്ന തരത്തിലുള്ളതായിരിക്കാം ഇവരുടെ ഈ ഡ്രസ് കോഡ്. അതുകൊണ്ടാണ് ഇത്തരം പെൺകുട്ടികൾ പെട്ടെന്നൊരു ആകർഷണം നല്ല വൃത്തിയിലും ഭംഗിയിലും അവരെ സ്യൂട്ടായിട്ടുള്ള രീതിയിലും ഡ്രസ്സ് ധരിക്കുന്നവരിലേക്ക് സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നത്. താടിയും അതുപോലെ നല്ല മുടിയൊക്കെ നീട്ടി നല്ല ഷർട്ടൊക്കെ ഇട്ട് ബുള്ളറ്റേലൊക്കെ വരുന്ന ആൺകുട്ടികളോട് പെൺകുട്ടികൾ പെട്ടെന്നൊരു ആകർഷണം തോന്നും. അതിലത്ര വലിയ പ്രണയമൊന്നും ഇത് പിന്നെ പറയാനായിട്ട് പറ്റില്ല. കാണുമ്പോഴുള്ള ഒരു ജസ്റ്റ് അട്രാക്ഷൻ, ആ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു അട്രാക്ഷൻ മാത്രമേ അതിലുള്ളൂ. അല്ലാതെ അത് മെൻ്റലി, അതായത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രണയമായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമായിട്ടോ നമുക്ക് കരുതാനായിട്ട് സാധിക്കില്ല. അതിനത്ര സയൻറ്റിഫിക്കലി അതൊന്നും പ്രൂവൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൺകുട്ടികൾ കാണുമ്പോൾ ഒരു ചെറിയൊരു അട്രാക്ഷൻ എന്ന് മാത്രമേ ഇതിനെ കാണാൻ. പിന്നെ അവർ ബോഡിയൊക്കെ നല്ല ഫിറ്റായിട്ടിരിക്കുമ്പോൾ നമുക്കൊരു ഹെൽത്തി ആണ് എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ, അതുകൊണ്ടൊക്കെയുള്ളൊരു അട്രാക്ഷൻ മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.